ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന് എന്നോട് പലരും ചോദിച്ചു, പെന്തക്കോസ്തുകാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാമോ? യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ജനം വന്നു. ശിഷ്യന്മാരെ പെട്ടെന്ന് പറഞ്ഞയച്ചു. ഈ നിൽക്കുന്ന ടീം ആരാന്നറിയാവോ? ഇടത്തും വലത്തും ഇരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ടീമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പെട്ടെന്ന് പൊക്കോ, ഇവന്മാർ വരുന്നതിന് മുൻപ്, എന്നെ പിടിച്ച് രാജാവാക്കാൻ ഇവന്മാർ വരുന്നതിന് മുൻപ് യേശു ഇവരെ പറഞ്ഞയച്ചു. എന്നാൽ ഇന്ന് ദുഃഖകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, പെന്തക്കോസ്തിൻ്റെ വേദികളിൽ വിളിച്ചു പറയുന്ന കാര്യം, നാം ശക്തിപ്പെട്ടു എന്നാ പറയുന്നത്, അല്ലേ? നാം ബലപ്പെട്ടെന്നാ പറയുന്നത്. എന്തിനാ നാം ബലപ്പെട്ടത്? നമുക്ക് 50 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് ചെയ്യാൻ പവർ ഉണ്ടെന്നാ നാം പറയുന്നത്. വചനത്തെ വിട്ടേച്ച ഇത് വിളിച്ചു പറയുന്നത് എന്ന് ദൈവജനം മനസ്സിലാക്കണം. ദൈവരാജ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശക്തിയുടെ ബലത്തിലല്ല, എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല. ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാണെന്ന് ദൈവദാസന്മാർ തിരിച്ചറിയാതെ പോകുന്നത് അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് വിളിച്ചു പറവാനുള്ളൂ. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എന്ന് വരികിൽ എൻ്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എൻ്റെ കർത്താവ് പറയുന്നു, ലോകം എന്നെ ദോഷിച്ചു എന്ന് വരികിൽ ലോകം എന്തു ചെയ്യും? നിങ്ങളെയും പകയ്ക്കും, അല്ലേ? യേശു ഒരിക്കലും പറഞ്ഞില്ല ലോകം എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് ലോകം നിങ്ങളെ സ്നേഹിക്കുമെന്ന്. യേശു ഒരിക്കലും പറഞ്ഞില്ല. യേശു പറഞ്ഞു, ലോകം എന്നെ പകച്ചു, അതുകൊണ്ട് ലോകം എന്ത് ചെയ്യും? ലോകം നിങ്ങളെയും പകയ്ക്കും. മറുവശം ചോദിക്കട്ടെ, ലോകം നമ്മെ സ്നേഹിക്കുന്നു എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ വഴി വിട്ടുപോയെന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? ലോകം ദൈവസഭയെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വരികിൽ അതിൽ ക്രെഡിറ്റ് എടുക്കരുത്. ലോകം സഭയെ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് വരികിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ദൈവസഭ പോകുന്നത് കൊണ്ട് ലോകം സഭയെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അത് നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നുമല്ല കേട്ടോ. അത് നമുക്ക് ദൈവം തന്ന ഉയർച്ചയോ ഒന്നുമല്ല കേട്ടോ. നമുക്ക് എന്തോ പാളിച്ചകൾ സംഭവിച്ചത് കൊണ്ടാണ് ലോകം നമ്മെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പം ഈ ആരാധന കഴിയുമ്പം ഇവിടുത്തെ സിറ്റി ആൾക്കാരെല്ലാം കൂടെ വന്നേച്ച് പിടിച്ച് ഗവർണറാക്കാമെന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ എന്നാ പറയും? എൻ്റെ അപ്പച്ചന്മാർ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം എടുത്തത് കൊണ്ട് ദൈവം എന്നെ, ഇന്ന് നമ്മൾ ആ കുഴിയിൽ വീണിരിക്കുകയാണ്. ദൈവരാജ്യം നാം ഈ കാണുന്നതൊന്നുമല്ല കേട്ടോ. ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതാണ്.